തലവേദന വരാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇല്ലാത്തവർ ഭാഗ്യം ചെയ്തവർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഉണ്ട് തലവേദന. പക്ഷേ ചില തലവേദനകൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഏത് തലവേദനയാണ് ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ജനറലി നമ്മൾ തലവേദന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ തലച്ചോറും അതിന് സംബന്ധമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. തലച്ചോറിന് ചുറ്റുമുള്ള കവറിങ്സ്, മുഖം, സൈനസുകൾ, ചെവി, തൊണ്ട എന്നിങ്ങനെ നമ്മളുടെ തലയിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും അതിൽ നിന്നൊക്കെ വേദന ഉണ്ടാകാം. നമ്മളുടെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു സ്ട്രക്ചറൽ പ്രോബ്ലം, അതായത് നമ്മൾക്ക് ആ തലവേദനയ്ക്കുള്ളൊരു കാരണം സെക്കൻഡറി ആയിട്ട് ഒരു പ്രോബ്ലം വന്നിട്ട് അതുകൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നതെങ്കിൽ അതിനെ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയും. പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ വരുന്ന തലവേദന അതിനെ പ്രൈമറി ഹെഡേക്ക് എന്നാണ് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന തലവേദന പ്രൈമറി ഹെഡേക്കാണ്. നമ്മൾ സാധാരണമായിട്ട് കാണപ്പെടുന്നത് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഹെഡേക്കാണ്. നമ്മൾ സ്കാൻ എടുത്ത് നോക്കിയാലൊന്നും കാണുകയില്ല, ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്താലൊന്നും കാണുകയില്ല. അതിന് ജനിതകമായ കാരണങ്ങളുണ്ടാകാം. അത് ചില ആൾക്കാരുടെ പെയിൻ സെൻസിറ്റിവിറ്റിയുടെ പ്രശ്നമായിരിക്കാം. അപ്പം ചില ആൾക്കാർക്ക് അതിന് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് വരാം. ചില പ്രത്യേക സ്മെല്ല്, ചിലർക്ക് വെയിൽ കൊള്ളുക, ചിലർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക, ചില പ്രത്യേക ഫുഡ്, കാപ്പി കുടിക്കുക, ചോക്ലേറ്റ് കഴിക്കുക. അപ്പം അതിന് നമുക്കൊരു അണ്ടർലൈങ് സ്ട്രക്ചറൽ പ്രോബ്ലം ഒന്നുമില്ല. നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും അതിന് സ്കാൻ എല്ലാം നോർമലായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സംഭവം, മൈഗ്രെയിൻ എന്ന് പറയും. രണ്ടാമത്തേത് സെക്കൻഡറി ഹെഡേക്ക്. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു അണ്ടർലൈങ് പ്രോബ്ലം എപ്പോഴും ബ്രെയിനിൽ കാണും. സെക്കൻഡറി ഹെഡേക്ക് പല രീതി, ഇപ്പോൾ സൈനസൈറ്റിസ് വന്നിട്ടും തലവേദന വരാം, അല്ലെങ്കിൽ ചെവിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും അതും തലവേദനയായിട്ട് തന്നെ വരാം. അതൊക്കെ സെക്കൻഡറി ഹെഡേക്സാണ്. പക്ഷേ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം വരാവുന്ന ചില സെക്കൻഡറി ഹെഡേക്സ് ഉണ്ട്, വളരെ പ്രശ്നമുള്ള സെക്കൻഡറി ഹെഡേക്സ്. ഉദാഹരണമായിട്ട് ബ്രെയിനിലൊരു ട്യൂമർ വന്നു, നമ്മളത് തലവേദനയായിട്ട് വരുന്നു, മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അത് മിസ്സായി പോകത്തേ ഉള്ളൂ. അപ്പോൾ തലവേദനയുടെ ചില ലക്ഷണങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മളൊരു ആൾക്ക് തലവേദന രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരിക, അല്ലേ, ബ്രെയിനിനകത്ത് പ്രഷർ കൂടുന്ന ഒരു സ്റ്റേജിലായിരിക്കും അങ്ങനെ വരാവുക. 2, തലവേദന വന്ന് അതികഠിനമായിട്ട് ഛർദ്ദിക്കുക, വൊമിറ്റിംഗ്, നിരന്തരമായിട്ട് തലവേദനയോടൊപ്പം വൊമിറ്റിംഗ് വരിക, നടക്കുമ്പോഴുള്ള ബാലൻസ് കുറവ്, മറ്റ് സിംറ്റംസ്, തലവേദനയുടെ കൂടെയുള്ള സിംറ്റംസ്. ചില ടൈപ്പ് ഓഫ് തലവേദനകൾ തലച്ചോറിനകത്ത് ബ്ലീഡിങ് വരുമ്പോൾ വരാം. അതിനെ നമ്മൾ വളരെ എക്സ്പ്ലോസീവായിട്ട് വളരെ പെട്ടെന്ന് വരുന്ന തലവേദന, വളരെ സിവിയറായിട്ട് വരുന്ന തലവേദന, തണ്ടർ ക്ലാപ്സ് ഹെഡേക്ക് എന്ന് പറയും. ഒരു അന്യൂറിസം പൊട്ടി ബ്ലീഡിങ് വരിക, രോഗി ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത പോലത്തെ ഒരു തലവേദന വരിക. നേരത്തെ തലവേദന വന്നുകൊണ്ടിരുന്ന ഒരാൾക്ക് ആ തലവേദനയുടെ പാറ്റേൺ അങ്ങ് മാറി. എനിക്ക് ഇന്നലെ വരെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനൊന്നുമല്ല, വേറൊരു ടൈപ്പ് ഓഫ് വേദന വരുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം. തലച്ചോറിനകത്ത് പ്രഷർ കൂടുന്ന കണ്ടീഷൻസ് വരാം. ചില ടൈപ്പ് ഓഫ് സ്ട്രോക്കുകൾ, പ്രധാനമായിട്ട് രക്തസ്രാവം, ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും, അത് തലവേദന ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ ചില ട്യൂമേഴ്സ് കൊണ്ടുവരാം. ഇതൊക്കെയാണ് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ്. ഇതല്ലാതെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ സെക്കൻഡറി ഹെഡേക്ക് വരാം. ഇപ്പോൾ ഈ ഹെമറേജ് വന്ന കണ്ടീഷൻസ് എൻ്റെ പരിചയത്തിൽ തന്നെ 2 പേരുണ്ട്. തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് തലവേദന വന്നുകൊണ്ടിരുന്നു. അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഡൗട്ട് തോന്നി സ്കാൻ ചെയ്യുമ്പോൾ മുഴയുണ്ട്, അത് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്നിട്ടും ആലോചനയാണ്, ഇത് ചെയ്യേണ്ടതുണ്ടോ, ഇത് കോസ്റ്റ്, അത് നമ്മൾ ചിന്തിക്കും, പല ഡോക്ടർ ഒപ്പീനിയൻസ് നമ്മൾ എടുക്കും. അപ്പോൾ എന്താണ് ഇവിടെ ശരിക്കും പറ്റുന്നത്? നിരന്തരമായിട്ടുള്ള തലവേദനയാണോ ഈ തലച്ചോറിൽ മുഴയുണ്ട് എന്നതിൻ്റെ ലക്ഷണം? ഇതിൻ്റെ ഒരു സീരിയസ് ആസ്പെക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, നിരന്തരമായിട്ടുള്ള ഹെഡേക്ക് എപ്പോഴും പ്രശ്നക്കാരല്ല. ഞാൻ പറഞ്ഞു, ചില ആൾക്കാരെ ഇതിൻ്റെ ടെൻഷൻ കാരണം തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലവേദന വന്ന് ഇത് മാത്രം ആലോചിച്ചിട്ട് ഉള്ള ആൾക്കാരുണ്ട്. വീണ്ടും തലവേദന. അതായത് ഞാൻ പറഞ്ഞത്, ഇത് കേട്ട ആൾക്കാർ പലരും അയ്യോ എനിക്കെന്നും തലവേദനയാണല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതും ഓവറായിട്ട് ചെയ്യേണ്ട, എന്നാൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സിറ്റുവേഷനിൽ സീരിയസ് ആയിട്ട് എടുക്കുകയും വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ആൾക്കാർ ഈ തലവേദന എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ നിന്ന് അടുത്ത ഡോക്ടറേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു പരിധിവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് പലപ്പോഴും ആങ്സൈറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും. എൻ്റെ ഈ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സബറക്നോയിഡ് ഹെമറേജ് എന്ന് പറഞ്ഞ് ബ്രെയിൻ്റെ ഉള്ളിൽ വരുന്നൊരു പ്രത്യേകതരം ബ്ലീഡിങ്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖം തന്നെയാണ്. അതിൽ എന്താ പറ്റുന്നത് വെച്ചാൽ, പേഷ്യൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ രക്തക്കുഴൽ അത് വീർത്ത് ഒരു ഭാഗം പൊട്ടുന്നതാണ് ഈ സബറക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത്. ആ ഹെഡേക്ക് ക്യാരക്ടറിസ്റ്റിക്കാണ്, അത് ആരും മിസ് ചെയ്യില്ല. കാരണം അത് സഹിക്കാൻ പറ്റാത്തത്ര ഹെഡേക്കാണ്, അത് ആരും വെച്ചുകൊണ്ടിരിക്കില്ല. അത് കാരണം പലപ്പോഴും ആൾക്കാർക്ക് ബോധം പോവും. 10% ആൾക്കാർ ആക്ച്വലി അപ്പം തന്നെ കുഴഞ്ഞു വീണ് മരിക്കും. കാരണം എന്താ വെച്ചാൽ ബ്രെയിനിൻ്റെ ഉള്ളിൽ സ്പേസ് ലിമിറ്റഡാണ്, മനസ്സിലായി. ഒരു ചെറിയ വീട് പോലത്തെ ഒരു സ്ഥലമാണ് ബ്രെയിൻ, ആകെ 4 മുറിയേ ഉള്ളൂ.
അപ്പോൾ അതിൽ ഒരു ബ്രെയിനുണ്ട്, കുറച്ച് രക്തക്കുഴലുണ്ട്, കുറച്ച് ഫ്ലൂയിഡുണ്ട്. ഇതിനെക്കാട്ടിലും കൂടുതൽ സ്ഥലമില്ല ബ്രെയിൻ്റെ ഉള്ളിൽ. ഇത് പൊട്ടി ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലഡിനുള്ള സ്ഥലമില്ല ബ്രെയിൻ്റെ ഉള്ളിൽ. അപ്പോൾ ബ്രെയിൻ്റെ ഉള്ളിൽ പലപ്പോഴും പ്രഷർ പെട്ടെന്ന് കൂടും. കാരണം പുതിയതൊരാൾ വരിക അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ പ്രഷർ കൂടുന്ന സമയത്ത് കൺട്രോൾ ആയില്ലെങ്കിൽ 10% ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കും. ഇത് ഹാർട്ട് അറ്റാക്കിനെക്കാട്ടിലൊക്കെ ഒരു മേജർ പ്രോബ്ലമാണ് ഈ ബ്രെയിനിലുള്ള ബ്ലീഡിങ് വരിക, പ്രത്യേകിച്ച് സ്ട്രോക്കും വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൽ എനിക്ക് ആൾക്കാർക്ക് അവെയർനെസ് കുറവ് അതിനെക്കുറിച്ച്. എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാരണം എന്താ വെച്ചാൽ, ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഒരു ക്രിട്ടിക്കൽ ആൾക്ക് പ്രശ്നം കാണിക്കുന്നത്, ഇപ്പോൾ ഒരു സ്ട്രെസ്സിൽ കാണിക്കുന്നത് എപ്പോഴും നെഞ്ഞുവേന കാണിക്കും. നെഞ്ഞ് വീണു ഭയങ്കര പെയിൻ. ആരും ഒരു സിറ്റുവേഷനിലും തലവേദന വന്നിട്ട് സബറക്കോൺ ഹെമറേജ് വന്നു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നതായിട്ട് കാണിക്കില്ല. അപ്പോൾ ഈ സിനിമ കണ്ട ആൾക്കാർക്കൊക്കെ ഈ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നല്ല ബോധമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ് എപ്പോഴും ഹോസ്പിറ്റലിൽ എത്തും, മിക്കവാറും ആൾക്കാർ എത്തും. കാരണം നെഞ്ഞുവേദന വന്നാൽ ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള വിവരമുണ്ട്. സ്ട്രോക്ക് ആയാലും ശരി, സബർക്കോൺ ഹെമറേജ് ആണെങ്കിലും ശരി, ആൾക്കാർക്ക് പലപ്പോഴും എന്താ വിചാരിച്ചാൽ, ഞാൻ സബർക്കോൺ ഹെമറേജ് അല്ല, സബർക്കോൺ ഹെമറേജ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ പോകും. പക്ഷേ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയില്ല, കിടന്നുറങ്ങി. എൻ്റെ ഫാമിലിയിൽ തന്നെയുള്ള ആൾക്കാരുണ്ട്. ചെറിയ തരിപ്പ് പോലെ വന്നിട്ടുണ്ട്, ഒരു കൈ വീക്ക്നെസ് ഉണ്ട്, ഒന്ന് കിടന്ന് ഉറങ്ങി ശരിയാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. ഉറങ്ങുന്ന സമയത്ത് എന്ത് പറ്റും വെച്ചാൽ, അൺലൈക്ക് തലവേദന, സ്ട്രോക്ക് ഉറക്കത്തിൽ ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു സൈഡ് ഫുള്ള് തളർന്നിട്ടായിരിക്കും എഴുന്നേൽക്കുക. ആ ഉറങ്ങുന്ന മണിക്കൂറുകളായിരിക്കും നമുക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. ആ സമയത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്നോട് ബ്ലീഡിങ്ങിൻ്റെ കാര്യം ചോദിച്ചത് എങ്കിലും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിലെ റെസ്പോൺസ് ടൈം ഈ 2 കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻ്റാണ്. തിരിച്ച് സബർക്കോൺ ഹെമറേജിൽ വരുമ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിൽ കുമിള വീർത്ത് പൊട്ടി ബ്ലീഡ് ചെയ്യുന്നതാണ് ഈ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നമുക്ക് ഈ കുമിള ട്രീറ്റ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിന് ആൻജിയോഗ്രാം വേണ്ടി പണ്ടൊക്കെ സർജറിയാണ് ഒരു പ്രൈമറി ആകെയുള്ള ഓപ്ഷൻ. അതിന് സ്കൾ ഓപ്പൺ ചെയ്തിട്ട് ഈ രക്തക്കുഴലിൻ്റെ നെക്കിൽ പോയിട്ട് ക്ലിപ്പ് ഇടുന്നതാണ്. ഇത് ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി തന്നെയാണ്, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സർജറി ഇന്നും ഒരു എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ള ഡിസഡ്വാൻറ്റേജ് കുറച്ചുണ്ട്. അതായത് ഓപ്പൺ സർജറിയാണ്, കുറച്ച് ഇൻഫെക്ഷൻ ചാൻസസ് കൂടുതലാണ്, ഹോസ്പിറ്റൽ സ്റ്റേ കുറച്ച് കൂടുതലാണ്, എങ്കിലും എഫക്റ്റീവ് മോഡാലിറ്റി. അതിന് പകരം ഇന്നത്തെ കാലത്ത് ആൻജിയോഗ്രാം വഴി, ഓപ്പൺ സർജറി അല്ല, കാലിൽ ചെറിയൊരു സൂചി, ഇൻഫാക്ട് പേഷ്യൻസിനെ എവിടെ കുത്തിയെന്ന് പോലും അറിയില്ല, കാരണം അത്രയും ചെറിയ ഓപ്പണിംഗ് ആയിരിക്കും. അതുകൂടെ പോയിട്ട് ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള രക്തക്കുഴൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ പോയിട്ട് കോയിൽ എന്ന് പറഞ്ഞ സാധനം നിറയ്ക്കാൻ പറ്റും. അത് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ അതാണ് ഈ സബർക്കോൺ ഹെമറേജ്. ഈ പറഞ്ഞ 2 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ, 2 പേരും മിക്കവാറും ട്രീറ്റഡ് ആയിരിക്കും. ട്രീറ്റഡ് അല്ലാത്തൊരു സബർക്കോൺ ഹെമറേജ് ഇന്നത്തെ കാലത്ത് ഇല്ല. കാരണം അവരുടെ റെക്കറൻസ് ആണ്. അത് ഒരിക്കൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ 6 മാസത്തിനുള്ളിൽ ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൾമോസ്റ്റ് 60% ആണ് ഈ 6 മാസത്തിനുള്ളിൽ പിന്നെയും ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ്. അത് പകുതിക്ക് മേലെ ആൾക്കാർക്ക് പിന്നെയും പൊട്ടും. അത് 2ാമത്തെ പ്രാവശ്യം പൊട്ടുമ്പോൾ പിന്നെയും ബ്ലീഡിങ്, അതിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുമെന്നറിയില്ല. അതുകൊണ്ട് ഈ ഫ്രണ്ട്സ് 2 പേരും ട്രീറ്റഡ് ആയി കാണും. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തെല്ലാമാണ്? നമ്മൾ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട നെർവ്സ്, സ്പൈനൽ കോഡ്, മസിൽസ്, ഇതിനെല്ലാം ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രോഡായിട്ട് വിശാലമായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ഇതിന് ഓരോ സിസ്റ്റംസിനെയും അഫക്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ പറയും, ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമല്ല. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ചുരുങ്ങുക, മേധാക്ഷയം ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസാണ്. ന്യൂറോ മസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ നെർവ്സും മസിൽസും അതിനെ അഫക്റ്റ് ചെയ്യാവുന്ന പല വിധത്തിലുള്ള രോഗങ്ങൾ. സെറിബ്രോ വാസ്കുലർ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തലച്ചോറിനകത്ത് രക്തക്കുഴലിനെ ബാധിക്കാവുന്ന രോഗങ്ങൾ. അപ്പം സെറിബ്രോ വാസ്കുലർ ഡിസീസസ്. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം, ഇൻഫെക്ഷൻസ് ബാധിക്കാം, അതിന് എൻകെഫലൈറ്റിസ് അഥവാ മെനിഞ്ചൈറ്റിസ്. പീഡിയാട്രിക് ന്യൂറോളജി, കുട്ടികളിലെ ബാധിക്കാവുന്ന ന്യൂറോളജിക്കൽ ഡിസീസസ്. ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോളജിക്കൽ ഡിസീസസ്, തലച്ചോറിനെ ബാധിക്കുന്ന പ്രതിരോധശേഷിയുടെ കുഴപ്പം കൊണ്ടുവരുന്ന രോഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ടുള്ള ന്യൂറോളജി രോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ട്രോക്കാണ്. സെറിബ്രോ വാസ്കുലർ ഡിസീസസ് അഥവാ സ്ട്രോക്ക്, അതാണ് ഏറ്റവും കോമൺ ആയിട്ട്. 2ാമത് അൽഷീമർ ഡിസീസ് അഥവാ മേധാക്ഷയം, ഡിമെൻഷ്യ, കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്, അതാണ് 2ാമത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഈ സ്ട്രോക്കിലും ന്യൂറോളജിക്കൽ ഇഷ്യൂസിലും ഇൻ്റർവെൻഷണൽ റേഡിയോളജി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചികിത്സയിൽ? ഈ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്താണെന്ന് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല. അതൊരു റിലേറ്റീവ്ലി ന്യൂ സബ്ജക്റ്റാണ്. എബ്രോഡ് തന്നെ 1960s ശേഷം വന്നൊരു സബ്ജക്റ്റാണ്. അത് ഒരു റെവല്യൂഷണറി ഐഡിയ ആണ് ആക്ച്വലി. 1960s വരെ
തുറന്ന് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആയിരുന്നു എല്ലാം കുറേ. ഇപ്പോൾ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ബ്രെയിനിൻ്റെ സ്കള്ള് തുറന്നിട്ട് ഉള്ളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിചാരിച്ചു രക്തക്കുഴൽ സപ്ലൈ ചെയ്യാത്ത സ്ഥലമില്ല. ഇപ്പോൾ ബ്രെയിൻ ആണെങ്കിലും തൊറാക്സ് ആണെങ്കിലും ചെസ്റ്റ് ആണെങ്കിലും വയറാണെങ്കിലും ഒക്കെ രക്തം സപ്ലൈ ഇല്ലാത്തൊരു സ്ഥലമില്ല. അപ്പോൾ ഈ രക്തക്കുഴൽ വഴി ഒരു ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി 1970s 60s എൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനീഷ്യലി ട്രയലായിരുന്നു. പിന്നീട് ഇത് പല പല അസുഖങ്ങൾക്കും, സ്ട്രോക്ക് മാത്രമല്ല ബോഡിയിലെ പല അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ഈ രക്തക്കുഴൽ വഴി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എക്സ്റേ യൂസ് ചെയ്തിട്ടാണ്. പണ്ടൊക്കെ നമ്മൾ എക്സ്റേ എടുക്കുന്ന ഡയഗ്നോസിസിന് മാത്രമായിരുന്നു. ഇപ്പോൾ എക്സ്റേൻ്റെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ കാലിലൊരു ചെറിയ സൂചി, ഓപ്പൺ സർജറീസ് അല്ല, കാലിലൊരു ചെറിയ രക്തക്കുഴലൊരു ചെറിയൊരു ഓപ്പണിംഗ് ഇട്ടിട്ട് ഒരു കാത്തറ്റർ കിടത്തി വിട്ടിട്ട് നമുക്ക് ബോഡിയുടെ ഏത് സ്ഥലത്തും എത്താൻ പറ്റും. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് രക്തക്കുഴൽ വഴി നമുക്ക് ഈ എക്സ്റേയിൽ കണ്ടുകൊണ്ട് എത്താൻ പറ്റും. ഈസിയസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാമാണ്. ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം കാർഡിയോളജിസ്റ്റ് ചെയ്യുന്നത് ഒരു റേഡിയോളജിക്കൽ പ്രൊസീജിയറാണ് ശരിക്കും. അത് കാർഡിയോളജിസ്റ്റാണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ടത് കാർഡിയോളജീൻ്റെ ഭാഗത്തിലായിരുന്നു മാത്രം. ബാക്കി റെസ്റ്റ് ഓഫ് ദ ബോഡി ഫുള്ള് ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലാണ് ചെയ്യുന്നത്. ആൻജിയോഗ്രാം വഴി പോയി ഒരു കാത്തറ്റർ എടുത്തിട്ട് അവിടെ പോയിട്ട് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുന്ന ഭാഗത്തിൽ ബ്ലീഡിങ് നിർത്താം, മനസ്സിലാവും. അത് പലപ്പോഴും ട്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ആയിരിക്കാം. അത് രക്തക്കുഴൽ അടയ്ക്കുന്ന പരിപാടി, അതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ്. വേറെ ഒന്ന് തുറക്കുന്ന പരിപാടിയാണ്. അടഞ്ഞു കിടക്കുന്ന സാധനം, അടയാൻ പാടാത്ത സാധനങ്ങൾ. അതിപ്പോൾ ബ്രെയിൻ്റെ ഉള്ളിൽ സ്ട്രോക്ക് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ബ്രെയിനിലേക്കുള്ള രക്തക്കുഴൽ ഒരിക്കലും അടയാൻ പറ്റില്ല. അടഞ്ഞു കഴിഞ്ഞാൽ അത് വിത്തിൻ മിനിറ്റ്സ് അതിൻ്റെ ഡാമേജ് തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ആൻജിയോഗ്രാം വഴി പോയിട്ട് ഈ ക്ലോട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു വലിയ ബെനിഫിറ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ഡീപ്പ് കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ബ്രെയിൻ സർജറീസ് ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് മണിക്കൂറുകൾ നമുക്ക് ട്രീറ്റ് ചെയ്യണം. ഒരിക്കലും ന്യൂറോ സർജിക്കലി ആ സമയത്തിനുള്ളിൽ നമുക്ക് പോയിട്ട് ബ്രെയിൻ തുറന്ന് രക്തക്കുഴൽ തുറന്ന് ക്ലോട്ട് എടുക്കാനുള്ള സമയമില്ല സ്ട്രോക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ സർജിക്കൽ ഓപ്പറേഷൻ സ്ട്രോക്കിനില്ല, ഇതുവരെ ആരും ചെയ്യാറുമില്ല. ഇപ്പോൾ ട്യൂമർ വന്നാൽ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രക്തക്കുഴൽ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ സ്ട്രോക്കിന് ആരും ന്യൂറോളജിക്കലി സർജറി ചെയ്യാൻ പറ്റില്ല, കാരണം ആ സമയത്തുള്ള നമുക്ക് സർജറിക്കലി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ എൻഡോവാസ്കുലർ, അതായത് ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കൽ ഓപ്ഷൻസ് വന്നപ്പോൾ എന്ത് പറ്റി വെച്ചാൽ ഈ ആൻജിയോഗ്രാം വഴി പോയിട്ട് എടുക്കാൻ കുറച്ച് മിനിറ്റ്സ് മതി. അപ്പോഴാണ് ഈ ഒരു ഇതിന് ട്രീറ്റ്മെൻറ്റേ വന്നത്. വളരെ ലേറ്റായിട്ടാണ്, 1995 ഇതിന് മരുന്ന് വരുന്നതും 2015 ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ജനറൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കാരണം വേൾഡ് ഓവർ ലോകത്ത് തന്നെ 2015 ശേഷം ഇത് തുടങ്ങിയിരിക്കുന്നത്. അതായത് 10 വർഷമായിട്ടില്ല ഈ തുടങ്ങിയിട്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ല. ഓക്കെ, ഇപ്പോൾ 4.5 മണിക്കൂർ ഗോൾഡൻ അവർ ഫാസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു ടൈം സ്ട്രോക്കിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഡോക്ടർ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. 7:30 സ്ട്രോക്ക് വന്നു, 8:30 ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവർ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ? എന്താണ് സ്ട്രോക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ? സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ ഹരിയായിരിക്കും ബെറ്റർ. നമ്മൾ ആദ്യം സ്ട്രോക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിനിലോട്ടുള്ള തലച്ചോറിലോട്ടുള്ള ഒരു രക്തക്കുഴലിൽ ഒരു അടവ് സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് അത് ചെയ്യേണ്ടുന്ന ധർമ്മങ്ങളുണ്ട്, അത് സാധിക്കാതെ അതാണ് രോഗിക്ക് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണം എന്ന് വെച്ചാൽ, സാധാരണ രോഗികൾ എന്താ പറയുക, ഒരു സൈഡ് ബലക്കുറവ്, അതാണ് ഏറ്റവും സാധാരണമായിട്ട് പറയുന്നത്. ഒരു വശം തളരുക, കൈയും കാലും അനക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചനക്കം, നമ്മുടെ ബലം കുറഞ്ഞിരിക്കുക. രണ്ടാമത്തെ കോമൺ സിംറ്റം എന്ന് പറയുന്നത് മുഖം കോടിച്ച, നമ്മുടെ മുഖം ഒരു സൈഡിലേക്ക് ചിറി കൂടി പോവുക, സംസാരിക്കാൻ കുഴച്ചിൽ വരിക. സംസാരത്തിനുള്ള പ്രശ്നങ്ങൾ രണ്ട് രീതിയിൽ വരാം. ചിലപ്പോൾ രോഗിക്ക് വാക്കുകൾ കിട്ടാതിരിക്കാം, സംസാരിക്കാനേ പറ്റാതിരിക്കാം. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ രോഗിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ സംസാരം വല്ലാതെ കുഴയുകയായിരിക്കും, ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കുഴഞ്ഞിരിക്കും, സ്പീച്ച് എന്ന് പറയും. പിന്നെ മറ്റ് ചില ലക്ഷണങ്ങളുമുണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാകാവുന്ന തലകറക്കം, നടക്കുമ്പോഴുണ്ടാകാവുന്ന ഒരു ബാലൻസ് കുറവ്, ആട്ടം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരിക്കലും പതുക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ആകസ്മികമായിട്ട് വളരെ പെട്ടെന്ന് എക്സ്പ്ലോസീവായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക്. അപ്പം ഇതുണ്ടാകുമ്പം അത് വളരെ പെട്ടെന്നായിരിക്കും. ചില ആൾക്കാർ പറയും എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ട്, അതൊന്നും സ്ട്രോക്ക് ആയിരിക്കത്തില്ല. വളരെ പെട്ടെന്ന് എക്സ്പ്ലോസീവായിട്ടുണ്ടാകുന്ന ഈ ലക്ഷണങ്ങൾ എല്ലാം കൂടി ചേർത്ത് സാധാരണക്കാർക്ക് മനസ്സിലാകാനായിട്ടൊരു ന്യൂമോണിക്കൊക്കെ ഉണ്ട്. അതിൻ്റെ പേരാണ് ഫാസ്റ്റ് എന്ന് പറയും. ഫേസ്, ആം, സ്പീച്ച്, പിന്നെ ടൈം എന്ന് വെച്ചാൽ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കുറച്ചും കൂടെ അത് മോഡിഫൈ ചെയ്തിട്ട് അവർ
ബി ഫാസ്റ്റ് എന്ന് പറയും. ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ബാലൻസ്. ഞാൻ പറഞ്ഞില്ലേ നടക്കുമ്പോൾ ബാലൻസ് കുറവ്. ഐസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു സൈഡിൽ കാഴ്ചമങ്ങൽ വരാം, അതല്ലെങ്കിൽ കണ്ണുകൾ ഒരു സൈഡിലേക്ക് ഡീവിയേറ്റഡ് ആയിട്ടിരിക്കാം. മനസ്സിലായോ? ഐസ്. ഫാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫേസ്, ചിറക് ഓടിച്ച. ആംസ് എന്ന് വെച്ചാൽ കൈകൾ രണ്ടും ഉയർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റഡ് ആയിട്ടുള്ള സൈഡിലെ കൈ ബലമില്ല, താന്നു പോകുന്നു. സ്പീച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടൈം. അപ്പം ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ന്യൂമോണിക്കാണ്. ഇതിന് പബ്ലിക് അവയർനെസ്സിന് വേണ്ടി നമ്മൾ ഡിവൈസ് ചെയ്ത് WHO ഒക്കെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂമോണിക്കാണ്.